മമ്മൂട്ടി ഒരു ഫ്യൂഡൽ ജന്മിയുടെ വേഷം അഭിനയിച്ച 2 സിനിമകളുണ്ട്. ഒന്ന് അടൂർ ഗോപാലകൃഷ്ണൻ്റെ വിധേയൻ, മറ്റൊന്ന് രഞ്ജിത്തിൻ്റെ പാലേരി മാണിക്യം. ഇതിൽ ഈ അടുത്ത ദിവസങ്ങളിലൊന്നിൽ മരിയ റോസിൻ്റെ വക ഒരു നിരീക്ഷണം കാണാനിടയായി. അത് പാലേരി മാണിക്യത്തിൽ രഞ്ജിത്ത് ഒരു ദുഷ്ടനായ കഥാപാത്രമാണെങ്കിൽ പോലും ആ കഥാപാത്രത്തെ ഒരു ഹീറോ ആയി അവതരിപ്പിക്കുന്നു. എന്നാൽ അടൂര് വിധേയനിൽ ഈ ഹീറോയിസം ഒഴിവാക്കുന്നു. ഇതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. എങ്കിലും ഞാൻ ഇതിനൊരു വീഡിയോ വഴി ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി. ഇത് വളരെ ഒബ്വിയസ് ആണെന്ന് ചിലർക്ക് തോന്നും. ബട്ട് ദിസ് ഈസ് മൈ എക്സ്ക്യൂസ് ടു ട്രൈ ഔട്ട് എ വീഡിയോ എസ്സേ. പാലേരി മാണിക്യത്തിൽ അഹമ്മദ് ഹാജി എന്ന കഥാപാത്രത്തെ ആദ്യം കാണിക്കുന്നത് ഇൻ്റർവെല്ലിനോടടുത്താണ്. ഈ ഷോട്ടാണത്. അഹമ്മദ് ഹാജിയുടെ വീട് ഒരു ലോ ആംഗിളിൽ നിന്ന് വൈഡ് ആംഗിൾ ലെൻസ് വെച്ചിട്ട് കാണിക്കുന്നു. അതിൻ്റെ മുൻപിലേക്ക് അഹമ്മദ് ഹാജി വന്ന് നിൽക്കുന്നു. ഒരു ലോ ആംഗിളിൽ നിന്ന് ഹീറോയിസത്തെ കാണിക്കാൻ വേണ്ടി ജനപ്രിയ സിനിമകളിൽ സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു ടെക്നിക്കാണ് ഈ ലോ ആംഗിൾ. വൈഡ് ആംഗിൾ ആയതുകൊണ്ട് നമുക്കൊരു ഒരു ഭീമാകാരത്വമൊക്കെ തോന്നും. ഈ രംഗത്ത് ഹാജിയുടെ വയലൻസ് ആണ്. അതിൽ തന്നെ ഹാജി ഒരു നാടകീയമായ രംഗപ്രവേശനം ചെയ്യുന്നു. അത് നാടകീയമായ ഡയലോഗുകളുണ്ട്. ഇതിലെനിക്ക് തോന്നിയ ഒരു പ്രശ്നം, ക്യാരക്ടർ ഇൻട്രാക്ഷൻ ഈസ് മോസ്റ്റ്ലി വെർബൽ. അതിൽ തന്നെ സ്റ്റേജ് ചെയ്തിരിക്കുന്നത് ഹാജിയുടെ കഥാപാത്രം ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്ന രീതിയിലാണ്. അപ്പം ഒരു റിവേഴ്സ് ഷോട്ടിൽ 2 കഥാപാത്രങ്ങളുടെ ഭാഗത്ത് ചിത്രീകരിക്കുമ്പം ഹാജിയെ ലോ ആംഗിളിൽ നിന്ന് നോക്കുന്നത് പോലെ തോന്നും. ഇതും ഹാജിയുടെ വയലൻസ് കാണിക്കുന്ന മറ്റൊരു രംഗമാണ്. ജനപ്രിയ സിനിമകളിൽ ഹീറോയിസം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളെങ്കിലും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒന്ന്, ഇതുപോലെ ഷാലോ ഫോക്കസിൽ പശ്ചാത്തലമൊക്കെ ബ്ലർ ചെയ്ത് കഥാപാത്രത്തെ പ്രോമിനൻ്റ് ആയിട്ട് അവതരിപ്പിക്കുന്നത്. 2 ക്ലോസപ്പ്. 3, ഇതേപോലെ കഥാപാത്രത്തിൻ്റെ POV ഷോട്ട്, അഹമ്മദ് ഹാജിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നും കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന രീതി. മറ്റൊന്ന്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ലോ മോഷൻ സൂം. അഹമ്മദ് ഹാജിയുടെ കഥാപാത്രം കാർത്തിക് തുപ്പുന്നതൊക്കെ ഇവിടെ സ്ലോ മോഷനിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഹാജിയുടെ കഥാപാത്രത്തോട് ഒരു വീരാരാധന തോന്നുന്ന രീതിയിൽ ഹീറോയിസത്തെ സംവിധായകൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇനി വിധേയനിലേക്ക് വന്നാൽ ഏറെക്കുറെ സമാനമെന്ന് പറയാവുന്ന ഒരു രംഗം. പട്ടേലരുടെ വയലൻസ് അടൂര് ചിത്രീകരിച്ചിരിക്കുന്ന രീതിയാണ് ഇവിടെ നോക്കുന്നത്. വിധേയൻ അധികാരത്തെക്കുറിച്ചും അധികാരത്തോടുള്ള വിധേയത്വത്തെക്കുറിച്ചും ഉള്ള ഒരു പഠനമാണെന്ന് പറയാം. ഏറെക്കുറെ ഫിലോസഫിക്കലായ ഒരു പഠനം. ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു കഥാപാത്രത്തിൻ്റെയും പെർസ്പെക്റ്റീവിൽ നിന്നല്ല, മറിച്ച് കാര്യങ്ങളെ മാറി നിന്ന് നോക്കിക്കാണുന്ന ഒരു രീതിയിലാണ്. ക്യാമറ ഒരു കഥാപാത്രത്തിൻ്റെയും പക്ഷം ചേരുന്നില്ലെന്ന് നമുക്ക് പറയാം. ഈ ഒരു ഷോട്ട് ശ്രദ്ധിച്ചാൽ ഇവിടെ പട്ടേലരുടെ ശബ്ദം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ, അധികാരത്തിൻ്റെ അശരീരിയായ ശബ്ദം. അതായത് ഈ കഥാപാത്രങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കൊല്ലാനും തല്ലാനും ശിക്ഷിക്കാനും ഒക്കെ അധികാരമുള്ള ദൈവസ്ഥാനീയനായ ഒരാളുടെ സ്ഥാനമാണ് പട്ടേലർക്ക് ഇവരൊക്കെ നൽകിയിരിക്കുന്നത് എന്നാണ് ഇവിടെ സംവിധായകൻ സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏറെക്കുറെ അപ്പതീക്ഷിച്ചതെന്ന് പറയാവുന്ന വയലൻസ് അധികാരത്തിൻ്റെ മുഖത്തെ നേർക്ക് നേരെ ചിത്രീകരിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഒരു പഠനമെന്ന നിലയിൽ ഒരു കഥാപാത്രത്തിൻ്റെയും സബ്ജക്റ്റീവ് വിഷൻ അവതരിപ്പിക്കാതെ, മറിച്ച് കൂടുതൽ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഹീറോയിസം വരാതെ അടൂര് കാര്യമായ ശ്രദ്ധ തന്നെ ഇവിടെ എടുത്തിട്ടുണ്ടെന്നാണ്.